ജ്യോതികുമാർ ചാമക്കാല പുറത്തേക്ക് വരികയാണ്. രമേശ് ചെന്നിത്തല ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹമാണ് ഇവിടെ നിന്ന് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് മടങ്ങുന്നത്. ഏതായാലും ആ രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, ആ രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഏതായാലും അത് പൂർണ്ണമായും ആ ചർച്ചയിൽ ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ചെന്നിത്തല നേരത്തെ ആവർത്തിച്ച് ആവശ്യപ്പെട്ട കാര്യം തനിക്കൊപ്പമുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതിൽ ആദ്യ പേരുകാരൻ അൻവർ സാദത്തായിരുന്നു. എന്നാൽ അൻവർ സാദത്തിന്റെ കാര്യത്തിൽ ലീഗുമായി ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതാണ് പങ്കുവച്ചിരിക്കുന്ന കാര്യം. ഏതായാലും ഹോം പോർട്ട്ഫോളിയോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ആ ഹോം പോർട്ട്ഫോളിയോയ്ക്ക് അപ്പുറത്തേക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ആ തീരുമാനം ഇന്ന് വൈകിട്ടോടുകൂടി അറിയിക്കാം എന്നുള്ളതാണ്. അതാണ് ഞാൻ ചോദിച്ചത് ഷഫീദ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും രമേശ് ചെന്നിത്തല തയ്യാറായിരുന്നില്ല. അത് നൽകാമെന്ന ഉറപ്പ് വി ഡി സതീശൻ നൽകുമ്പോൾ ഒപ്പമുള്ളവർക്ക് 2 പേരുടെ മന്ത്രിസ്ഥാനമാണല്ലോ അദ്ദേഹം ആവശ്യപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഒരാൾക്ക് എന്നതിലേക്ക് രമേശ് ചെന്നിത്തല എത്തിച്ചേരുമോ എന്നതാണ് ഞാൻ ചോദിച്ചത്. അത് ചർച്ച നടത്തി ഒരാൾക്ക് എന്ന തരത്തിലേക്ക് രമേശ് ചെന്നിത്തല എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടോ? ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 24 സൂപ്പർ ബ്രേക്കിംഗ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണ സമവായത്തിൽ എത്താതെയാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച പിരിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ വി ഡി സതീശൻ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മുൻപ് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ള അഭിപ്രായമായിരുന്നു വി ഡി സതീശന്. എങ്കിൽ പക്ഷേ രമേശ് ചെന്നിത്തല ഈ മന്ത്രി പദവിയിലേക്ക് എത്തണമെങ്കിൽ അത് ആഭ്യന്തരമന്ത്രി ആയി തന്നെ വേണമെന്നുള്ള ആ ഒരു ഉറപ്പിൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിട്ടു നൽകാൻ ഇപ്പോൾ വി ഡി സതീശൻ തയ്യാറായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം അൻവർ സാദത്തിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നതിൽ ആവർത്തിച്ച് രമേശ് ചെന്നിത്തല അഭിപ്രായം പ്രകടിപ്പിച്ചു. പക്ഷേ ലീഗുമായി സംസാരിച്ച് തീരുമാനമെടുക്കാമെന്നാണ് വി ഡി സതീശൻ ഉറപ്പ് നൽകിയത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, തുടരാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ആകാംക്ഷ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായ ചെന്നിത്തലയെ സംബന്ധിച്ച് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ഡീൽ അല്ലെങ്കിൽ ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡ് കോൺഗ്രസിനെ സംബന്ധിച്ച് അംഗീകരിക്കേണ്ടി വരും. കാരണം AICC-യോടക്കം ചെന്നിത്തല സംസാരിച്ചത് ആ രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവ്, ഈ മുഖ്യമന്ത്രി തർക്കത്തിൽ ഫെയർ പ്ലേ നടത്തിയ ആൾ അല്ലെങ്കിൽ ഫെയർ ഗെയിം നടത്തിയ ഒരാൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് തെരുവിലിറങ്ങാത്ത, പ്രതിഷേധം സംഘടിപ്പിക്കാത്ത, ഫ്ലെക്സ് വയ്ക്കാത്ത ഒരു നേതാവ് എന്ന നിലയിൽ 2021 തന്നെ താൻ AICC നേതൃത്വം പറഞ്ഞത് കേട്ടതാണ്. ആ രീതിയിൽ തനിക്ക് ഇനിയുള്ള കാര്യത്തിലെങ്കിലും പരിഗണന വേണമെന്ന് ആവർത്തിച്ച് ചെന്നിത്തല AICC-യോട് പറഞ്ഞതാണ്. അതിൽ തന്നെ 3 പ്രധാനപ്പെട്ട ആവശ്യം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. 3 പ്രധാനപ്പെട്ട ആവശ്യം: ഒന്ന് ഹോം പോർട്ട്ഫോളിയോ, ക്യാബിനറ്റ് പദവിയിൽ ഹോം പോർട്ട്ഫോളിയോ എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേതാണ് അൻവർ സാദത്ത്. മൂന്നാമത്തേത് IC ബാലകൃഷ്ണൻ ആയിരുന്നു. എന്നാൽ ഇന്ന് വി ഡി സതീശൻ ചർച്ചയ്ക്കായി വീട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം മുന്നോട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ഒരു തീരുമാനം ഇപ്പോൾ ആദ്യത്തെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്ക് എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഉറപ്പ് വി ഡി സതീശൻ ചെന്നിത്തലയുമായി പങ്കുവച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അൻവർ സാദത്തിന്റെ വിഷയമാണ്. 4 ടേം MLA ആയിരുന്ന മനുഷ്യനെ എങ്ങനെ ഒഴിവാക്കും, അങ്ങനെ തനിക്കൊപ്പം നിന്നിട്ടുള്ള ആളുകളെ എങ്ങനെ ഒഴിവാക്കും, അവർക്കും ഈ ക്യാബിനറ്റിൽ പ്രാതിനിധ്യം വേണ്ട എന്തൊക്കെയുള്ള കാര്യങ്ങളാണ് ചെന്നിത്തല AICC-ക്ക് മുൻപിലും KPCC നേതൃത്വത്തിന് മുൻപിലും ഇപ്പോൾ വി ഡി സതീശന് മുൻപിലും വെച്ചത്. അതിൽ തന്നെ അൻവർ സാദത്തിന്റെ കാര്യത്തിൽ അതൊരു സാമുദായിക സമവാക്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിഗണിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ മാത്രം അൻവർ സാദത്തിന്റെ കാര്യം ലീഗുമായി സംസാരിച്ച് തീരുമാനത്തിലേക്ക് എത്തണം. അതല്ലെങ്കിൽ ലീഗ് ഏതെങ്കിലും തരത്തിൽ തടസ്സം നിന്നാൽ സ്വാഭാവികമായും തനിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു കുറച്ച് പേരുണ്ട്. അത് TJ വിനോദുണ്ട്, ജ്യോതികുമാർ ചാമക്കാലയുണ്ട്, IC ബാലകൃഷ്ണനുണ്ട്. അവരിൽ ഒരാളെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണം എന്നുള്ള കാര്യം ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് ഉറപ്പ് എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. KC വേണുഗോപാലുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലടക്കം ഈ വിഷയം ചർച്ചയാകും. ഏതായാലും ചെന്നിത്തല ഒരുപക്ഷെ ക്യാബിനറ്റിലേക്ക് വരാനുള്ള സാധ്യത അത് ഏറി എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് ഡിമാൻഡ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു പദവി തന്നെ, സെക്കൻഡ് പദവി തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ കിട്ടും. അതായത് നമുക്കറിയാം ഷഫീദ്, അദ്ദേഹം മുൻപ് 2011 ആഭ്യന്തരമന്ത്രി ആയിരുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള ഒരു കാര്യവുമല്ല. ഇത്തവണ മുഖ്യമന്ത്രിയാകണം എന്നതിൽ ഉറച്ചു നിന്നിരുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. ആഭ്യന്തരമന്ത്രി പദമെങ്കിലും ലഭിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നതും. ഒരു ഘട്ടത്തിൽ നമ്മൾ കേട്ടത് വി ഡി സതീശൻ അങ്ങനെ ആഭ്യന്തര വകുപ്പ് ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അത് മുഖ്യമന്ത്രി തന്നെ ആയിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന നിലപാടിൽ ഒക്കെയാണ് എന്ന്. പക്ഷേ നേതൃത്വമൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, ഉറപ്പായിട്ടും. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെന്നിത്തലയെ സംബന്ധിച്ച് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു വികാരം ഇന്നലെയും ഇന്നുമായി രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൽ പരസ്യമായിട്ടുള്ള ഒരു അതൃപ്തി അത് രമേശ് ചെന്നിത്തല പങ്കുവച്ചിട്ടില്ല. മാധ്യമങ്ങളോടക്കം അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുന്നു, വി ഡി സതീശന് പൂർണ്ണ പിന്തുണ എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. അതിനുശേഷമാണ് ചെന്നിത്തല തന്റെ ഡിമാൻഡിനെ പറ്റി സംസാരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഡിമാൻഡ് എന്ന് പറയാൻ കഴിയില്ല. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇപ്പോൾ പറയുന്നത് ചെന്നിത്തലയെ പോലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ
പദവി കൊടുക്കുക, 2021 അദ്ദേഹത്തിന് നേരിട്ട ദുരനുഭവം അടക്കമുള്ള കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്ന ചെന്നിത്തല ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. മാത്രമല്ല ഇന്നലെ AICC നിരീക്ഷകർ അടക്കമുള്ള ആളുകൾ ചെന്നിത്തലയുമായി സംസാരിക്കുമ്പോൾ, ദീപദാസ് മുൻഷിയുമായി സംസാരിക്കുമ്പോഴൊക്കെ ചെന്നിത്തല ഈ വിഷയത്തിൽ പോയിന്റ് ഔട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ, അതിൽ 2 ആവശ്യമെന്ന് വേണം പറയാൻ. ഒന്നാമത്തെ ആവശ്യം, താൻ ക്യാബിനറ്റിലേക്ക് വരണമെങ്കിൽ തനിക്കൊപ്പമുള്ള ആളുകളെ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഉറപ്പാക്കിയിട്ട് മാത്രമേ താൻ ഇനി ക്യാബിനറ്റിലേക്കുള്ളൂ എന്നുള്ള കാര്യം ചെന്നിത്തല ആവർത്തിച്ച് കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തേതാണ് അക്കാര്യത്തിൽ തന്റെ പോർട്ട്ഫോളിയോ സംബന്ധിച്ച്, അല്ലെങ്കിൽ താൻ എന്ത് പദവിയിലേക്ക് എത്തണമെന്നുള്ള കാര്യത്തിൽ, ഏത് വകുപ്പ് തനിക്ക് വേണം എന്നുള്ള കാര്യത്തിലെ ആവശ്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപ് ഈ കേരള കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന ധനവകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് ഏറ്റെടുക്കാമെന്നൊരു നീക്കം നടന്നിരുന്നു. ആ രീതിയിൽ ഒരാലോചന, ഒരു ചർച്ച ചെന്നിത്തലയ്ക്ക് മുൻപിലേക്ക് എത്തിയിരുന്നു. അതായത് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് നൽകുക എന്നുള്ള നീക്കമൊക്കെ ചർച്ചയായിട്ട് ഉയർന്നിരുന്നു. എന്നാൽ അതടക്കമുള്ള കാര്യങ്ങൾ ചെന്നിത്തല ക്യാമ്പ് അംഗീകരിച്ചില്ല. കൃത്യമായി തന്നെ, അതായത് സംസ്ഥാനത്തെ സീനിയർ മോസ്റ്റ് കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ അർഹിക്കുന്ന പദവിയിലേക്ക് തന്നെ എത്തിക്കണമെന്നുള്ളതാണ് ആ ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യത്തിൽ ഇപ്പോൾ VD സതീശൻ അയഞ്ഞിരിക്കുന്നു. VD സതീശൻ അക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഒരു പക്ഷേ ക്യാബിനറ്റിലേക്ക് എത്തുമ്പോൾ ചെന്നിത്തല ഇല്ലാത്തൊരു ക്യാബിനറ്റ് അത് കോൺഗ്രസിനകത്ത് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്നൊക്കെയുള്ള ആശങ്ക അത് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചെന്നിത്തലയ്ക്ക്, അല്ലെങ്കിൽ ആദ്യം ആഭ്യന്തരമെന്ന VD സതീശന്റെ ആവശ്യത്തെ നേതൃത്വം കൂടി ഇടപെട്ട, അല്ലെങ്കിൽ ചില നേതാക്കളുടെ അഭിപ്രായ പ്രകടനത്തിൽ കൂടി, പ്രത്യേകിച്ച് ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ നിർണായകമായത് VM സുധീരൻ, AK ആന്റണി അടക്കമുള്ള ആളുകളുടെ വാക്കുകളായിരുന്നുവെങ്കിൽ അവരടക്കം ഈ വിഷയത്തിൽ ചെന്നിത്തലയെ പരിഗണിക്കണം, ചെന്നിത്തലയ്ക്കൊരു പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതടക്കം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചിരിക്കുന്നു. ആ ആവശ്യം VD സതീശൻ നേരിട്ടെത്തി ചെന്നിത്തലയുടെ വീട്ടിൽ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഹോം പോർട്ട്ഫോളിയോ ഉറപ്പാണ്. പക്ഷേ അത് ആ ചർച്ച നടക്കുമ്പോൾ തന്നെ അൻവർ സാദത്തിന്റെ കാര്യം എടുത്തിരുന്നു. അപ്പോൾ ലീഗാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്, അല്ലെങ്കിൽ ലീഗിന് സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ലീഗിനോട് അഭിപ്രായം തേടണം എന്ന് VD സതീശൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി 3 പേർ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചു TJ വിനോദ്, ജ്യോതികുമാർ ചാമക്കാല, IC ബാലകൃഷ്ണൻ, അക്കാര്യത്തിൽ തന്നെ IC ബാലകൃഷ്ണന്റെ പേരിന് മുൻതൂക്കവുമുണ്ട്. ആ രീതിയിലുള്ള ഒരു ഫോർമുല, ആ രീതിയിലുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നു. എല്ലാം വൈകിട്ട് 5 മണിക്ക് മുൻപ് പരിഹരിക്കാം എന്നുള്ള ഉറപ്പാണ് VD സതീശൻ ചെന്നിത്തലയ്ക്ക് നൽകിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.